ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാനൊരു വ്ളോഗായിട്ട് ഇട്ടാലോ എന്ന് വിചാരിച്ചു കേട്ടോ. വ്ളോഗ് പറഞ്ഞാൽ കുക്കിംഗ് ഉണ്ട് കേട്ടോ. കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ച് കുറേ പേര് ചോദിച്ചു എന്താ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടാത്ത വ്ളോഗായിട്ട് ഇടാത്ത എന്നൊക്കെ. ചിലർക്ക് അത് ഇഷ്ടമാണ്, ചിലർക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ കുക്കിങ്ങിലാണ് ഇങ്ങനെ ഓരോ റെസിപ്പി ഇട്ടിട്ടാണ് ഇങ്ങനെ പോണത്. അപ്പോൾ അതങ്ങനെ പോട്ടെ വിചാരിച്ചു. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഒരു വ്ളോഗായിട്ടൊക്കെ ഇട്ടോടെയെന്ന്. പിന്നെ അതുമല്ല, കുറേ പേര് എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ യൂട്യൂബിൻ്റെ സംബന്ധമായിട്ട് തന്നെ. അപ്പോൾ അവർക്കായിട്ടുള്ള കുറച്ച് മറുപടികളും കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് കുറേ അധികം ഡൗട്ട് ഉണ്ടാവും. അവർക്ക് പറ്റിയതും പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പാതിയിൽ നിന്ന് നിർത്തിയവരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ കമൻ്റായിട്ട് അയക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇരുന്നു കൊണ്ട് എന്നെ കണ്ടുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. ഇരുന്നുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കണ്ട് ബോറടിച്ച് നിങ്ങൾ വീഡിയോ ഓഫ് ആക്കിയിട്ട് പോയിരിക്കും. അപ്പോൾ നമുക്ക് അടുക്കളയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ പണികളൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രൈഡേ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ചധികം പണികളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, ഇക്ക വർക്കിന് പോയി. അപ്പോൾ മെയിനായിട്ട് ഒരു വ്ളോഗൊക്കെ ഇടുക പറഞ്ഞാൽ സൗണ്ടുകളും ഉണ്ട്, ബുദ്ധിമുട്ടും കൊണ്ടാണ്. നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുനിന്നൊക്കെയുള്ള സൗണ്ടുകളും, അതുപോലെ മൈക്കൊന്നുമില്ല. നമ്മൾ സാധാ ഓൺ വോയിസിൽ തന്നെ ഒക്കെ പറയണം. മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ അധികം വ്ളോഗ്സ് ഇടാത്തത് കേട്ടോ. പിന്നെ എന്താണ്, ഈ ഡെയിലി നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് തന്നെ എപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കണ്ട് ബോറടിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇടയ്ക്കൊരു വ്ളോഗായിട്ട് വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. പിന്നെന്താണ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ എനിക്കിപ്പോൾ 16K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഈ 16K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും കൂടെ എന്താ ഈ വരുമാനം കിട്ടാത്ത, അങ്ങനെയൊക്കെ ഡൗട്ടുകളുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് രാവിലെ ദോശയും ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. കുട്ടികളിനൊക്കെ പറഞ്ഞയച്ച് അവർക്ക് കഴിക്കാൻ കൊടുത്തു. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഞാൻ കഴിക്കണം. പിന്നെ ഇതാ ചിക്കൻ ഇത് ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ. കൊണ്ടുവന്നതും നന്നായി കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചതാണ് കേട്ടോ. ഒന്ന് രാവിലെ വെക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ ഒന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളി സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 2 ദോശ ചുട്ട് കഴിച്ച ശേഷം ബാക്കിയുള്ള പണികൾക്ക് കടക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം പറഞ്ഞാൽ പലരും എന്നല്ല എല്ലാവരും ചോദിച്ചിട്ടുള്ള സംഭവം, ഈ 16K സബ്സ്ക്രൈബേഴ്സായിട്ടും എന്താ വരുമാനം വരാത്തത്, പിന്നെ എന്തിനാണ് നീ ഈ പണി ചെയ്യുന്നത്, വട്ടാണോ പ്രാന്താണോ അങ്ങനെയൊക്കെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ തരം പ്രാന്ത് ഉണ്ടാവുമല്ലോ. എൻ്റെ ഒരു പ്രാന്താണ് ഈ ഒരു യൂട്യൂബ് ചാനൽ, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു 16K സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും വരുമാനം കിട്ടില്ല. അതിനിപ്പോൾ 100K സബ്സ്ക്രൈബേഴ്സ് ആയാലും സബ്സ്ക്രൈബേഴ്സിൻ്റെ അടിസ്ഥാനത്തിലല്ല നമുക്ക് വരുമാനം വരുന്നത്. നമ്മളിടുന്ന വീഡിയോസ് എത്രത്തോളം വ്യൂസ് ഉണ്ടോ, വാച്ച് അവേഴ്സ് ഉണ്ടോ, ആഡ്സ് വരുന്നുണ്ടോ, അതിനനുസരിച്ചിട്ടാണ് നമുക്ക് വരുമാനം വരിക. അതും പലരും വിചാരിച്ചിരിക്കുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു 1K 2K ഒക്കെ ആയിക്കഴിഞ്ഞാൽ പണക്കാരായി, കാശ് വരാൻ തുടങ്ങി, ഒരുപാട് കാശ് കിട്ടാൻ തുടങ്ങി. അതൊക്കെ വെറും ചിന്തയാണ്. സത്യം പറഞ്ഞാൽ നമ്മളായാലും എനിക്കിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് അതിനെക്കുറിച്ചിട്ട് എന്താണ്, എങ്ങനെയൊക്കെയാണ്, എത്ര കഷ്ടപ്പാടുണ്ട് എന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ അതുപോലെ അത് അറിയാത്തവർക്ക് അതിനെക്കുറിച്ചിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കുറേ പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അവർക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെ നിർത്തിയവരുണ്ടാവും. പിന്നെ ഇത് നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ട് പാതിയിൽ വിട്ടവരൊക്കെ ഉണ്ടാവും കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും മടുത്തിട്ട് പല പ്രാവശ്യം ഇത് വേണ്ടാന്ന് വെക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ടെൻഷനാണ്. ചില സമയത്ത് സങ്കടം വരും. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് എങ്ങനെ ചെയ്താലും ചിലപ്പോൾ അത് വ്യൂസ് ഒരുപാട് കൂടി വരും, ചിലപ്പോൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വല്ലാത്തൊരു ടെൻഷന് സങ്കടമാണ് കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ ഇത്രയാണോ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ
ആ മോണിറ്റൈസേഷൻ ആവുന്നത് വരെ ഡെയിലി വീഡിയോസ് ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ട് വാച്ച് അവറും 4000 ആക്കിയെടുക്കുക, അതുപോലെ 1K സബ്സ്ക്രൈബ് ആക്കിയിട്ട് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കുക. ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് വരുമാനം വരും. പക്ഷേ ഏറ്റവും കഷ്ടമുള്ളത് ഈ ഒരു മോണിറ്റൈസേഷൻ ആക്കിയെടുക്കുക എന്നാണ്. എനിക്കതായിരുന്നു കേട്ടോ ഒരു ടാസ്ക്കായിട്ട് തോന്നിയത്. അപ്പോൾ അതാ ഞാനിവിടെ കഴിക്കാനായിട്ട് ദോശ ചുട്ടു, കുറച്ച് കോവയ്ക്ക വറുത്തത് എടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ആക്കിയതാണ് കോവയ്ക്ക വറുത്തത്. പിന്നെ കുറച്ച് മുളക് ചമ്മന്തി ഇട്ട്, അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മോണിറ്റൈസേഷൻ ആക്കി എടുക്കേണ്ടത് 1 വർഷത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 വർഷത്തിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് ഈ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാനായിട്ട്. അതും നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് അത്ര എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയില്ല. പക്ഷേ ഈ വാച്ച് അവർ നമ്മൾ ഈ 4000 1 വർഷത്തിൻ്റെ ഉള്ളിൽ ആക്കിയില്ലെങ്കിൽ നമ്മുടെ വാച്ച് അവർ താനേ അത് കുറഞ്ഞ് വരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോസ് ഡെയിലി ഇടുക. മോണിറ്റൈസേഷൻ ആവുന്നവരെ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കത് വാച്ച് അവർ കറക്റ്റായി വരുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടിയത് ഷോർട്സിലാണ് കേട്ടോ. ഷോർട്സിലൊക്കെ എനിക്ക് 1-2 വീഡിയോസ് മില്യൺ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലോങ് വീഡിയോയിലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എന്നാലും കൂടുതൽ എനിക്ക് ഷോർട്സിലായിരുന്നു കേട്ടോ കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഷോർട്സിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ ലോങ് വീഡിയോ കാണണമെന്നില്ല കേട്ടോ. അതുപോലെ എല്ലാവരും എല്ലാ വീഡിയോ കാണണമെന്നൊന്നുമില്ല. ശരിക്കും നമുക്ക് വേണ്ടത് ഈ ഒരു വ്യൂസ്. നമ്മുടെ വീഡിയോ ഡെയിലി ഇടുമ്പോൾ അതിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാർ കണ്ട് വ്യൂസ് കിട്ടണം, എന്നാൽ നമുക്ക് അതിനുള്ള വരുമാനം വരും. എത്രത്തോളം വ്യൂസും വാച്ച് അവർ ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് വരുമാനം കിട്ടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ജോലിക്ക് പോയി പറഞ്ഞാൽ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് വർക്കിന് പോകാണ്ടിരുന്നാൽ നമുക്ക് കാശ് കിട്ടുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് ഇതും. നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കണം നമുക്ക് വരുമാനം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ നമുക്ക് ആ വരുമാനം കിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉള്ളി എടുത്ത് വെച്ചിട്ട് കൈയും കാലും കൊണ്ട് എന്തൊക്കെയോ കാട്ടുമെന്ന് വിചാരിക്കും കേട്ടോ. ഞാനത് വോയിസ് ചെയ്തതായിരുന്നു, പക്ഷേ പുറത്തുനിന്നുള്ള എന്തൊക്കെയോ സൗണ്ട് കൊണ്ട് എനിക്കത് ഇടാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ കറി വെക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ കറി പറഞ്ഞാൽ ഇന്നാൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ അനിയത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അവളോട് ചോദിച്ചൊന്നുമില്ല, അവളവിടെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ശരി അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം പറഞ്ഞിട്ട് ഞാനിവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ തേങ്ങ കണ്ടില്ലേ, നമ്മുടെ കൈപ്പിടിക്ക് 1 പിടിയാണ് കേട്ടോ പാടുള്ളൂ, ഒരുപാട് തേങ്ങ പാടില്ല. നമ്മൾ ഈ കറി വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങ ഉണ്ട് എന്ന് തോന്നാത്ത രീതിയിൽ വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ 1 പിടി തേങ്ങ അത് മതിയാവും കേട്ടോ. അതുപോലെ 10-12 ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിവിടെ നന്നാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3-4 സവാളയാണ് കേട്ടോ. ഈ ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി തേങ്ങയൊക്കെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയിലൊക്കെ ഇട്ടിട്ട് നല്ല പോലെ വറുത്തെടുക്കും കേട്ടോ. തേങ്ങയും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് വലിയ ജീരകവും കുറച്ച് ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കും. ഇപ്പോൾ പച്ചമല്ലിയില്ലേ, മല്ലിപ്പൊടിക്ക് പകരം നമ്മൾ പച്ചമല്ലിയില്ലേ അതിടാം. അതുപോലെ മുളക് പൊടിക്ക് പകരം വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ ഇവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉള്ള, പിന്നെ അത് വെച്ചിട്ടാണ് ചെയ്തത്. ഞാനിവിടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട്. ഒരുപാട് ചെറിയുള്ളിയിൽ നമുക്ക് പെട്ടെന്ന് നന്നാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് വേഗത്തിൽ നന്നാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട് ഉള്ളി, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേഗം നന്നാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയുള്ളിയൊക്കെ നന്നാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായി ഒന്ന് കൈവച്ച് തിരുമ്മിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതൊക്കെ നന്നാക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് സവാള അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഒരു 3-4 സവാളയാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുക്കളയിൽ ആ പണികളൊക്കെ നടക്കട്ടെ. നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം കണ്ടിന്യൂസ് ചെയ്യട്ടോ. അപ്പോൾ മോണിറ്റൈസേഷൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മോണിറ്റൈസേഷൻ 1 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തെടുക്കുക തന്നെ വേണം കേട്ടോ. ഞാനൊക്കെ എത്രയോ വിഷമിച്ചിട്ടുണ്ട്, ടെൻഷൻ അടിച്ചിട്ടുണ്ട്. പക്ഷെ വിടാതെ അന്ന് ഞാൻ ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിൽ ഇന്ന് ഈ
16K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടൊന്നും ഞാൻ ഇരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഠിനാധ്വാനം ചെയ്താലാണ് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുള്ളൂ. പിന്നെ വരുമാനം കിട്ടിയോന്ന്, വരുമാനം എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ ഞാനത് വീഡിയോയിൽ അറിയിക്കണതാണ്. അപ്പോൾ വരുമാനം കിട്ടാനുള്ള രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ട്. മോണിറ്റൈസേഷനായി ആഡ്സെൻസിൻ്റെ കോഡ് വന്ന് അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ 3000 വാച്ച് അവർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആഡ്സെൻസിന് അപ്ലൈ ചെയ്യാമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയായാലും ഈ 4000 വാച്ച് അവർ ആയിക്കഴിഞ്ഞാലാണ് 1K സബ്സ്ക്രൈബേഴ്സും ആയാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ കറക്റ്റായിട്ട് ആവുള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു, അപ്ലൈ ചെയ്തു. നമ്മളിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് യൂട്യൂബ് തന്നെ മെസ്സേജ് വരും. അപ്പോൾ നമ്മളത് ആ രീതിയിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കണം. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഏത് വീഡിയോസാണോ ഇടുന്നത്, ചിലവർ കുക്കിംഗ് ആയിരിക്കും, ചിലവർ വ്ളോഗായിരിക്കും, ചിലവർ ഇങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഏതാണോ ഇടുന്നത് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ റീച്ചായി വരുന്നുണ്ടെങ്കിൽ ആ രീതി തന്നെ തുടരുക കേട്ടോ. അത് നിങ്ങൾ മോണിറ്റൈസേഷൻ ആവുന്ന വരെ നിങ്ങളുടെ വീഡിയോ അങ്ങനെയാണ് റീച്ചായി പോകുന്നതെങ്കിൽ ആ രീതിയിൽ തന്നെ തുടങ്ങി മോണിറ്റൈസേഷൻ ആക്കിയെടുക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലും ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് ഇടാവുന്നതാണ്. എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ കുറച്ച് റീച്ചായി തുടങ്ങിയത് ഓരോ റെസിപ്പികൾ ഇട്ടിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഓരോ വീട്ടുകളും ഇപ്പോൾ ഡെയിലി ഉണ്ടാക്കലെടുക്കുക, അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ചിലവർ സെലിബ്രിറ്റികളാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് ചിലവർ കണ്ടു നോക്കും. പിന്നെ കുറേ പഴക്കമുള്ള യൂട്യൂബേഴ്സ് അങ്ങനെയൊക്കെ ആകുമ്പോൾ അതങ്ങനെ അവർ എന്തായാലും കാണണം എന്നുള്ളത് കൊണ്ട് അവരെന്തിട്ടാലും ചിലപ്പോൾ കാണും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഏതാണോ റീച്ചായി വരുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. എനിക്ക് ഈ ഓരോ റെസിപ്പികൾ ഇട്ടപ്പോഴാണ് അതിങ്ങനെ വ്യൂസും വാച്ചവേഴ്സൊക്കെ കൂടി വന്നത് കേട്ടോ. പിന്നെ പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നല്ല വേറെ എന്തൊരു സംഭവം ആയിക്കോട്ടെ, നമ്മൾ ഒരു ജോലി ആയിക്കോട്ടെ, എന്ത് ചെയ്യുകയാണെങ്കിലും കുറ്റം പറയാനും കുറവ് പറയാനും കളിയാക്കാനും 100 പേര് നമ്മുടെ ചുറ്റിലും ഉണ്ടാവും. പക്ഷെ നമ്മളതൊരിക്കലും മൈൻഡ് ആക്കരുത്. നമുക്ക് എന്താണോ മനസ്സിന് തോന്നുന്നത്, നമുക്കത് കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നെയൊക്കെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കേൾക്കാതെ തന്നെ ഓരോരുത്തരോട് പറഞ്ഞിട്ട് എനിക്ക് കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്. ഇവൾക്ക് ഭ്രാന്താണ്, വട്ടാണ്, എന്താണ് നാണവും മാനവും ഇല്ല, പിന്നെ വൾഗറാണ് അവൾ വീഡിയോ ചെയ്യുന്നത്, പിന്നെ ഇതൊക്കെ നിർത്തി വല്ലതും പഠിക്കാൻ പോയിക്കോടെ, വല്ല PSCയും ചെയ്തോടെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റൊക്കെ ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ റെസിപ്പി ഇടുമല്ലോ, എൻ്റെ ഫാമിലിയിൽ ഞാൻ എന്തോ ഒരു പരിപാടിക്ക് ഇങ്ങനെ കൂടിയ സമയത്ത് നമ്മളിങ്ങനെ പറയുമല്ലോ, ഇങ്ങനെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം, ഞാൻ ഇന്ന റെസിപ്പി ഇട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യും. ഇപ്പോൾ നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ അത് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്തോ ഒരു റെസിപ്പി പറഞ്ഞു. അപ്പോൾ പറയാണ്, അവൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നോക്കി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ലൂസ് മോഷൻ വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നിനക്കൊക്കെ 1K സബ്സ്ക്രൈബേഴ്സ് ആവണമെങ്കിൽ തന്നെ ഇനിയും ഒരുപാട് വർഷം എടുക്കും, നീ അതിൽ നിന്ന് വരുമാനം വാങ്ങുമ്പോഴത്തേക്കും വടി കുത്തിയിട്ട് വല്യുമ്മയാവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവരിനോടൊന്നും ഒരു ദേഷ്യം ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യല്ലേ. സത്യം പറഞ്ഞാൽ ഇതിലൊക്കെ നിന്ന് ചെയ്യുമ്പോൾ കുറേ നമ്മുടെ ടെൻഷൻ കാര്യങ്ങളൊക്കെ മാറും. ടെൻഷൻ ഇല്ല എന്ന് പറയുന്നില്ല, ടെൻഷൻ ഉണ്ട്. അതെന്താ പറഞ്ഞാൽ, എന്താ അതിലിപ്പോൾ വ്യൂസ് ആവാത്ത, സബ്സ്ക്രൈബേഴ്സ് കൂടാത്ത, അങ്ങനത്തെ ഉള്ള ടെൻഷനുള്ളൂ. ബാക്കിയുള്ള ടെൻഷനൊക്കെ നമ്മൾ ഇതിലങ്ങനെ മറന്നു പോകും. സത്യം പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടിയും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കുറച്ചൊക്കെ വിഷമങ്ങൾ മാറിക്കിട്ടും കേട്ടോ. നമ്മൾ ഈ വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചൊക്കെ കൂട്ടുമ്പോഴാണ് പല ടെൻഷനുകളൊക്കെ നമുക്ക് വരിക. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്കുള്ള തേങ്ങ വറുത്തെടുത്തൂലേ, ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെളുത്തുള്ളിയും ചെറിയുള്ളിയും തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. കൂടെ അത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു 3 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 സവാള അരിഞ്ഞതും 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കുക.
എന്നിട്ട് ഇതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുക, പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കുക. ഈ മസാല നമ്മളിപ്പോൾ അരച്ചെടുക്കില്ല, ആ ഒരു മസാലയും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് കുക്കർ അടച്ച് 2 വിസിൽ മതി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി കഴിക്കാനായിട്ട്. ഞാൻ അവളെ വീട്ടിലവിടെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചില്ല, അവിടെ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനിവിടെ വന്ന് ഉണ്ടാക്കി നോക്കി, അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തംബ്നെയിൽ വെക്കുന്നതും അതുപോലെ തന്നെ ടൈറ്റിലും. നിങ്ങളിപ്പോൾ ഒരു കുക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഒന്ന് കണ്ടാൽ ഇങ്ങനെ നമുക്ക് എടുത്ത് നോക്കാൻ തോന്നുന്ന രീതിയിലുള്ള തംബ്നെയിൽ ഇടുക, അതിന് പറ്റിയ ടൈറ്റിലും കൊടുക്കുക. അതിനിപ്പോൾ വ്ളോഗായാലും അതൊക്കെ നമുക്ക് കണ്ടങ്ങനെ എടുത്ത് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള തംബ്നെയിൽ ഇട്ട് കൊടുക്കുക, അതുപോലെ ടൈറ്റിൽ എഴുതി കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ ഇട്ട തംബ്നെയിൽ ചിലപ്പോൾ റീച്ച് ആയിന്ന് വരില്ല, അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് മാറ്റുക. ഇപ്പോൾ തംബ്നെയിലല്ല ടൈറ്റിലാണ് മാറ്റുന്നതെങ്കിൽ ടൈറ്റിൽ മാറ്റി നോക്കുക കേട്ടോ. നമ്മൾ ചിലപ്പോൾ എത്ര ടേസ്റ്റുള്ള എത്ര ഭംഗിക്കുള്ള ഫുഡ് ഉണ്ടാക്കിയാലും ചിലപ്പോൾ അത് നമ്മൾ തംബ്നെയിൽ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ആവാറില്ല. എനിക്ക് തന്നെ ഉള്ള സംഭവമാണ് കേട്ടോ. ആദ്യമൊന്നും ചില സമയത്ത് നമ്മൾ സാധാ ഫോൺ വെച്ചിട്ട്, ഇപ്പോഴാണ് കുറച്ച് നല്ല ഫോൺ വാങ്ങിച്ചത്, ആദ്യമുള്ള ഫോൺ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് മങ്ങിയ പോലെയും നമ്മുടെ ഫോണും ക്യാമറയും അതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മൾ അത്ര ഭംഗിക്ക് ഇട്ടിട്ടുണ്ടാവില്ല, എന്നാൽ അത് പിന്നെ റീച്ച് ആവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അത്രയും നോക്കിയിട്ട് ഇടുക. ഇതാ നമ്മൾ ചിക്കൻ കറി കുക്കറിൽ റെഡിയാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 വിസിൽ വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ വലിച്ച് വാരിയിട്ടിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. അതിപ്പോൾ ഞാൻ രാവിലെ ആയാലും ഉച്ചക്കായാലും ഒക്കെ നമ്മുടെ ഈ അടുക്കള പണി കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ കഴുകി അതാത് സ്ഥലത്ത് വെച്ച് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്താലാണ് നമുക്ക് മനസ്സമാധാനത്തിൽ വേറൊരു പണിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഞാൻ ഇനി ബ്രേക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അടിക്കൽ, തുടയ്ക്കൽ, തിരുമ്പൽ അങ്ങനത്തെയൊക്കെ പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതാ കുളിക്കാൻ പോകാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഞാൻ മുഖത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ, മസാജ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാ കണ്ടില്ലേ, ജ്യൂസ് അല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ ഓൺ വോയിസ് ചെയ്താണ്, പക്ഷെ അത് സൗണ്ട് നല്ല കുറഞ്ഞു പോയിട്ടാ, സൗണ്ട് തീരല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഇതിന് വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാണ് കേട്ടോ. ഇമ്മ വീട്ടിൽ ആട്ടിയിട്ടുണ്ടായിരുന്നു തേങ്ങ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തന്നാണ്. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ ഞാൻ മുഖത്തിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇപ്പോൾ 1/2 ലിറ്ററിലും കൂടുതലുണ്ട് തോന്നുന്നുണ്ട്. ഇതിന്ന് പകുതി നമുക്ക് കുറച്ച് കാച്ചണം കേട്ടോ. ഞാൻ സംസാരിക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ സ്പ്ലിറ്റായി പോകുമല്ലോ വാക്കുകൾ, അതുപോലെ മറന്നു പോകും. അതാണ് അങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്ന് കുറച്ച് കാച്ചണമെങ്കിൽ കുറച്ച് സംഭവങ്ങളൊക്കെ വേണം. നമുക്കതിങ്ങനെ പോയി പെറുക്കി വലിച്ചിട്ടൊക്കെ വരണം. അപ്പോൾ അതിങ്ങനെ മഴയായതുകൊണ്ട് മടിച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് കാച്ചണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ വെളിച്ചെണ്ണ വെച്ചിട്ട് ഫേസ് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണമയം പോലെയൊക്കെ ഉണ്ടാവില്ലേന്ന്. നമ്മളത് കുളിക്കുന്നതിന് മുമ്പ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കുളിക്കുന്ന സമയത്ത് ഫേസ് വാഷ് ഇടുമല്ലോ, ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് കഴുകി കഴിഞ്ഞാൽ അത് പോകും കേട്ടോ. വെളിച്ചെണ്ണ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ പിമ്പിൾസൊക്കെ വരില്ലേന്ന് പറയും. എനിക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് പിമ്പിൾസ് വരാറില്ല. എനിക്ക് വരുന്നത് തന്നെ PCOD ഉള്ളത് കൊണ്ട് നല്ല തരി പോലത്തെ കുരുക്കളില്ലേ, ഈ താടി ഭാഗത്തും ഈ 2 സൈഡ് താടി ഭാഗത്തും, പിന്നെ അതുപോലെ ഈ നമ്മുടെ ഈ ചുണ്ടിൻ്റെ സൈഡായിട്ടൊക്കെയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ തരി പോലത്തെ കുരു വരാറ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ രീതിയിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ് ചപ്പാത്തി പരത്തിയ പോലെ വട്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അതിനിങ്ങനെ ഇടയ്ക്ക് മസാജ് ചെയ്തിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് PCOD ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്നിങ്ങനെ തടിച്ച് വരും. പിന്നെ ഞാനത് ഇങ്ങനെ ഭക്ഷണവും നടത്തമൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ കുറച്ചങ്ങോട്ട് മെലിഞ്ഞു പോകും. പിന്നെ വേണ്ടെന്ന് തോന്നുമ്പോൾ ഒന്ന് തടിച്ച് വരും. അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. ഇതാ കണ്ടില്ല, എൻ്റെ ഈ ഒരു താടി ഭാഗത്താണ് അധികം തരി പോലത്തെ കുരുക്കൾ വരാറ് കേട്ടോ. പിന്നെ അത് വരികയും ചെയ്യും, കുരുക്കൾ പോവുകയും ചെയ്യും. കുരുവിൻ്റെ മേലെ കുരുവായിട്ട് അങ്ങനെ വരാറില്ല. ചില സമയത്ത് ഫേസ് ഫുൾ ക്ലിയർ ആയിരിക്കും, ചില സമയത്ത് കാണാം ഫേസിൽ നല്ല തരി പോലത്തെ കുരു ഉണ്ടാവുക കേട്ടോ. അത് ഈ PCODൻ്റെ പ്രശ്നം, ഹോർമോൺ ചേഞ്ചിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഫേസിലൊക്കെ കണ്ടില്ലേ എണ്ണയൊക്കെ മസാജ് ചെയ്ത് കൊടുത്തതുണ്ട്. താടി ഈ ഭാഗത്തൊക്കെയാണ് കേട്ടോ എനിക്കിങ്ങനെ കുരു വരാറുള്ളത്. എണ്ണ കൊണ്ട് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്തുള്ള അഴുക്കുണ്ടല്ലോ, പറ്റിപ്പിടിച്ച അഴുക്കൊക്കെ നന്നായിട്ട് ഫേസ് വാഷ് ഇട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് ക്ലിയർ ആയി കിട്ടും കേട്ടോ ഫേസ്. അതിനാണ് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി കുളിച്ചിട്ട് വന്നിട്ട് കാണാം.
അങ്ങനെ ഇപ്പോൾ ഇതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ ഇവിടെ തുറക്കാൻ വേണ്ടി പോകണേ. ഞാൻ വിസിലൊക്കെ പോയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുക്കർ തുറക്കുന്നുണ്ട്. അവിടെ വീട്ടിലുണ്ടാക്കി അതേ രീതിയിൽ വന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ല, അടിപൊളിയായിട്ട് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ. എനിക്ക് ഈ ചിക്കൻ വരട്ടുക, ചിക്കൻ ഗ്രേവിയൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവണം. ഒരു മഞ്ഞ കളറിൽ പോലെ പറ്റില്ല, ഇങ്ങനെ കുറച്ചൊരു ഗ്രേവി ഈ ഒരു കളർ ഉണ്ടല്ലോ, ചുമന്ന് ഒരു ബ്രൗണോ എല്ലാം അങ്ങനെയൊക്കെ ഉള്ള ഒരു കളറാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ അതാ കുറച്ച് ഗ്രേവിയോടെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഗ്രേവി രീതിയിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ പാകമാണെന്ന് കയ്യിലെടുത്ത് നോക്കുന്നുണ്ട്. ഉപ്പൊക്കെ പാകമായി വന്നിട്ടുണ്ട്. അത് തുറക്കുമ്പോൾ തന്നെ എന്തൊരു സ്മെല്ലറിയും, നല്ലൊരു മണം, പെട്ടെന്ന് തന്നെ കഴിക്കാൻ തോന്നും. അതുപോലെ നമുക്ക് കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് അറിയില്ല, നല്ലൊരു വിശപ്പായിരിക്കും. നമ്മുടെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കുളിച്ച് ഫ്രഷായി വന്ന് ഇരുന്ന് ചോറ് കഴിക്കുക പറഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം വേറെയാണ്. അത് നല്ല ചൂടുള്ള ചോറ്, നല്ല മഴയത്ത് നല്ല ചൂടുള്ള ചോറ് കഴിക്കുക കേട്ടോ. എനിക്ക് ഈ ചിക്കൻ കറിയിലിട്ട ഉരുളൻകിഴങ്ങില്ലേ, അത് കഴിക്കാനാണ് കേട്ടോ ഒരുപാട് ഇഷ്ടം, ഇങ്ങനെ വരട്ടുന്ന സമയത്ത്. പക്ഷെ ഇന്ന് നമ്മൾ ആ തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഗ്രേവി ആയതുകൊണ്ട് ഞാൻ ഉരുളൻകിഴങ്ങ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് കൂടുതലും ഈ ഗ്രേവി കഴിക്കാനാണ് ഇഷ്ടം. ചിക്കനോട് അത്ര വല്ലാണ്ട് താല്പര്യമില്ല. ചിക്കൻ പൊരിച്ചതാണെങ്കിൽ 1-2 തുണ്ട് കഴിക്കും. ഈ ഗ്രേവിയിലിട്ട ചിക്കൻ ഒരുപാട് കഴിക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു ഇതിലത്തെ ഈ ഒരു ഗ്രേവിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ്. ഞാൻ ഒരു പീസ് ചിക്കനൊക്കെ എടുക്കുന്നുള്ളൂ. ചിക്കനോട് വല്ലാത്ത താല്പര്യം എനിക്കില്ല. അധികം താല്പര്യം ഈ സദ്യ അങ്ങനെയാണ് കേട്ടോ. ഈ ബിരിയാണി അതിനെയൊക്കെ കാട്ടി കൂടുതൽ ഇഷ്ടം സദ്യയാണ്. സാമ്പാറും പലതരം ഉപ്പേരികളും ഒക്കെ ഉള്ള ഒരു സദ്യയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഉപ്പേരികളിനോടാണ് താല്പര്യം. അപ്പം നമ്മൾ രാവിലെ കോവയ്ക്ക വറുത്തത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഞാൻ ചോറിൻ്റെ കൂടെ എടുത്തു. അപ്പോൾ അത് നല്ല ചൂട് മട്ടയരി ചോറും ചിക്കൻ ഗ്രേവിയും കോവയ്ക്ക വറുത്തത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ വായിലിട്ടിട്ട് എൻ്റെ അടിപൊളി എക്സ്പ്രഷനൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇനി നിങ്ങൾ വെറുതെ ഇരുന്ന് ബോറടിക്കണ്ട. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ. അപ്പോൾ സമയം ഒരു 1:30 ആയിട്ടുണ്ട്. ഒരു 2-2:30 വരെ കുറച്ച് നേരം ഒന്ന് ഞാൻ റെസ്റ്റ് എടുക്കും, വീഡിയോ എഡിറ്റൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ബോൺലെസ് ചിക്കൻ പീസില്ലേ, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ബണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു, മിനി ബണ്ണില്ലേ, ചെറിയ ബണ്ണ്, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ബണ്ണ് കൊണ്ട് നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒരു ബർഗറാണ് കേട്ടോ അത്. നമ്മുടെ അടുത്ത് ചീസില്ല, ടൊമാറ്റോ സോസില്ല, പക്ഷേ കോഴിമുട്ട ഉണ്ടായിരുന്നപ്പോൾ മയോണൈസ് ഉണ്ടാക്കി. പിന്നെ കുറച്ച് ക്യാരറ്റും പിന്നെ കേബേജ് ഇവിടെ ചീകിയിട്ട് കഴുകിയിട്ട് ഞാൻ വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും തക്കാളിയും പിന്നെ ചിക്കനും ബണ്ണും ഇത് വെച്ചിട്ട് പിന്നെ ബട്ടർ ഇട്ടിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒരു അടിപൊളി ബർഗർ ഉണ്ടാക്കിയിട്ട സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ മയോണൈസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കോഴിമുട്ടയും ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മയോണൈസ് ഉണ്ടാക്കി വെച്ച്. ഈ ചിക്കൻ നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. ബോൺലെസ് ചിക്കൻ പീസുകളായിരിക്കണം, ഒട്ടും എല്ലൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മിക്സിയുടെ ജാറ് കേട് വരും. അപ്പോൾ ഈ ബോൺലെസ് ചിക്കൻ പീസുകൾ മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ അടിച്ചെടുക്കുക. അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു 3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഗരം മസാലപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും, കുരുമുളക് പൊടി മാത്രം വേണമെങ്കിൽ കുരുമുളക് പൊടി മാത്രം ചേർക്കുക. ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത്. പാകത്തിനുള്ള ഉപ്പും ഒരു കോഴിമുട്ടയും ചേർത്തിട്ട് നല്ല പോലെ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസിലേക്ക് ചീകി എടുത്തിട്ടുള്ള ക്യാരറ്റും കേബേജും ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കോ സ്വീറ്റ് കോണോ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്തില്ല. അതുപോലെ സവാള വേണമെങ്കിൽ സവാള നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ട് വെച്ച് കൊടുക്കില്ല, അതിന് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ തക്കാളി മാത്രമേ എടുത്തുള്ളൂ. ചിലപ്പോൾ ഈ കുട്ടികൾ ആ തക്കാളിയും സവാളയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ മയോണൈസിൻ്റെതും ചിക്കൻ്റെതും മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ വെറുതെ അത് കളയാൻ വേണ്ടി വെക്കേണ്ടാവണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇത് മാത്രം ഇട്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നല്ലപോലെ മെൽറ്റായി വരുമ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ അവിടെ കോഴിമുട്ടയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കയ്യിലേക്ക് ലേശം നമ്മൾ കുറച്ച് വെള്ളമാക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് ഈ ഒരു പാനിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് ചുട്ടെടുക്കേണ്ടത്. ചിക്കൻ ശരിക്കും നമ്മൾ പുറത്ത് പോയി ബർഗർ വാങ്ങി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അതേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് തന്നെ മിക്സിയിൽ അടിച്ചെടുക്കും കൂടെ വേണം കേട്ടോ. നല്ല പോലെ തന്നെ അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാക്കണ്ടില്ല, ഇതുപോലെ വേണം കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് വട്ടത്തിലാക്കി എടുക്കാം. ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തോട്ടേ ഉള്ളൂ. ചെറിയ ബർഗറാണല്ലോ, അപ്പോൾ നമുക്ക് ഈ ഒരു വട്ടം മതിയാവും. കുറച്ച് വലിയ ബർഗറാണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കാം.
നമ്മൾ ചീസൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു ബർഗറിൽ. ചീസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് കൊണ്ടൊരു ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ. സംഭവം ചീസൊന്നും ഇല്ലെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ ഇതുപോലെ ഈ പാനിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ എനിക്ക് വരുമാനം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും യൂട്യൂബിൽ അറിയിക്കും, വീഡിയോ ആയിട്ട് ഇടും കേട്ടോ. നമ്മൾ എല്ലാ കാര്യവും ഇടുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ ഇടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് തുടങ്ങുന്നവരോ എന്തെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഡൗട്ടൊക്കെ നിങ്ങൾക്ക് കമൻസായിട്ട് ചോദിക്കാം. എനിക്ക് അറിയുന്നതാണെങ്കിൽ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഞാനിത് ചെറിയ ബർഗർ ആയതുകൊണ്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു റൗണ്ടിലാക്കിയെടുത്തത്. അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് തന്നെ മൊരിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതേ പാനിലേക്ക് നമ്മൾ ബണ്ണ് വെച്ച് കൊടുത്തിട്ട് ബണ്ണൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബണ്ണൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഈ ഒരു ബണ്ണിൽ ഇതുണ്ടായിരുന്നില്ല, എള്ളുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എള്ളും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അതിൽ എള്ളൊക്കെ മേലെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പ്ലെയിനായിട്ട് ബണ്ണ് വാങ്ങിച്ചതല്ലേ, അപ്പോൾ അതിൽ കുറച്ച് എള്ളും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ട് അവർക്ക് കഴിച്ചിട്ട് നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ അതാ ബണ്ണ് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിം ഇട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് എള്ളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ബണ്ണ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മയോണൈസ് വെച്ച് കൊടുക്കുക, ചിക്കൻ ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കുക, 1-2 പീസ് തക്കാളിയും വെച്ച് കൊടുക്കുക. അടിപൊളി ബർഗർ റെഡി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളൂ. ഏകദേശം ഒരു 10-20 മിനിറ്റിൻ്റെ മേലെ ഉണ്ട് കേട്ടോ വീഡിയോ. ഞാൻ ഇത്രയും ലോങ് വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. പോലത്തെയൊക്കെ വ്ളോഗ് പോലെയും ഡേ മൈ ലൈഫ് പോലത്തെയൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് റെസിപ്പികൾ മാത്രമായിട്ടാണ് ഇടുന്നത്. ഇടയ്ക്ക് ഒരു വ്ളോഗ് പോലെ ഇടും. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ മയോണൈസ് വെച്ച് കൊടുത്ത്, തക്കാളി ചെറിയ പീസാക്കി വെച്ച് കൊടുത്ത്, ചിക്കനും വെച്ച് കൊടുത്ത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലും കൂടെ കുറച്ച് മയോണൈസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ ചീസും കൂടെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല മിനി ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കട്ടെ. ഇതുപോലെ ഉള്ളത് വെച്ചൊരു സിമ്പിളായിട്ടുള്ള ബർഗർ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടല്ലോ, അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ സ്പെഷ്യലായി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.